അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുള്ളവരാണ്, അതല്ല ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് ഡിസൈൻസും ലോഗോസും ഒക്കെ വിറ്റിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതും ഒന്നും രണ്ടും അല്ല, ഒരു ഡിസൈനിന് തന്നെ ഒരു 50,000-ന് മേളിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എന്നിട്ട് കൺവേർഷനൊക്കെ ഒഴിവായതിന് ശേഷം മാത്രമേ സൈറ്റിൽ കയറി വർക്ക് ചെയ്യാവുള്ളൂ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓർന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താൻ പോകുന്നത്, നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ നല്ല നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് ഓരോ ഡിസൈൻസും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല നമ്മുടെ എന്താണ് ഡിസൈൻസ് നമ്മൾ ഈ ഒരു സൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് കണ്ടിഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യും. അതല്ലാതെ ചില കമ്പനിക്കാർ നമ്മളോട് എന്താണ് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു വരും. അങ്ങനെ ചെയ്തു കൊടുത്താലും നമുക്ക് പൈസ കിട്ടും. ആ ഒരു എന്താണ് മെത്തേഡ്, രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോഗോസ് അല്ലെങ്കിൽ ഡിസൈൻസ് വിറ്റിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് ബിസിനസ്സുകാർ എന്താണ് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് അവരുടെ ഡിസൈൻസിനും ലോഗോസിനും എന്താണ് ലോഗോയ്ക്കും വേണ്ടി. അപ്പം അവർ എന്താണ് ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, അവർ ചിലപ്പം അവരുടെ എല്ലാ ഡിസൈൻസും നമ്മളെ ഏൽപ്പിച്ചേക്കാം. അപ്പം നമുക്കതൊരു എന്താണ് ലൈഫ് ടൈം നീണ്ടു നിൽക്കുന്ന ഒരു ജോബായിട്ട് ഇതിൽ വർക്ക് ചെയ്യാനും പറ്റും. അങ്ങനത്തെ നല്ല ഒരു അടിപൊളി സൈറ്റാണ്. അതുമാത്രമല്ല ഇതിൽ എന്താണ് പേയ്മെൻറ്റ് എന്താണ് 100% അവർ എന്താണ് എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ജോബ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ നമുക്കുള്ള കഴിവിനനുസരിച്ചുള്ള ജോബ് സെലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കിഷ്ടം ഡിസൈനിങ് ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ലോഗോ ക്രിയേഷൻ ആണെങ്കിൽ അത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള ജോബ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ നമ്മുടെ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻസ് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഡിസൈൻസിന് നമുക്കൊരു എമൗണ്ട് നിശ്ചയിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഡിസൈൻ അപ്ലോഡ് ചെയ്തിട്ട് അതിന് 9,000 രൂപ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡോളറിൽ ആ ഒരു എമൗണ്ട് കാണിക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ എന്താണ് ഡിസൈൻസിന് പ്രൊപ്പോസൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആഡ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ആഡ്സിന് റേറ്റിംഗ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു എമൗണ്ടിന് എന്താണ് ആ ഒരു ഡിസൈനിന് എമൗണ്ട് കൂടുതൽ കിട്ടുന്നതാണ്. അത് നമുക്ക് എന്താണ് റേറ്റിംഗ് നമ്മൾ ആദ്യമേ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ റേറ്റിംഗ് കൊടുത്തൊന്നുമില്ല, പതുക്കെ പതുക്കെ അത് റേറ്റിംഗ് ഒക്കെ ആയിക്കോളൂ. അത് കൊടുത്ത് പേടിക്കേണ്ട. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിസൈൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു അവരത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റായിട്ട് കിട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡിസൈൻസ് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് പറയുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വീകരിക്കും. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫൈൻഡ് വർക്ക് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ഐ ആം എ കസ്റ്റമർ എന്നും ഐ ആം എ ഡിസൈനർ എന്നും ഉണ്ട്. അപ്പം നമുക്ക് ഡിസൈനറാണ് താല്പര്യമെങ്കിൽ ഡിസൈനർ സെലക്ട് ചെയ്യുക. എന്നിട്ട് മെയിൽ ഐ ഡി കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ലിങ്ക് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ രണ്ട് രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ആ സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിസൈൻസും ലോഗോസും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടാൽ, എന്ന് വെച്ചാൽ കമ്പനിക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരത് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും. നമ്മൾ പറയുന്ന എമൗണ്ടിന് അവരത് പർച്ചേസ് ചെയ്യും. അതല്ല, നമ്മൾ വരച്ച ഡിസൈൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു, ആ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളോട് ചോദിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവോ
എന്ന് ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്ത് തരാം, എനിക്ക് ഇത്ര എമൗണ്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം 2 രീതിയിലാണ് ഈ ഒരു സൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് നമ്മുടെ സെയിൽസ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈൻസ് വിറ്റുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഡിസൈൻ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊന്നും അല്ലാതെ വേറൊരു രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിന് പടം വരയ്ക്കാൻ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക? ആ കൂട്ടുകാരനെ കൊണ്ട് പടം വരപ്പിച്ചിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യിക്കുക. എന്നിട്ട് അത് വിറ്റിട്ട് ക്യാഷ് ആക്കുക. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അതും ഒരു വഴിയാണ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ വേണ്ടി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.